എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടുള്ളൊരു വെയിറ്റ് ലോസ് ജേണി ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പം പലർക്കും ഇപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ് റോൾഡ് ഓട്സും സ്റ്റീൽ കട്ട് ഓട്സും സാധാ ഓട്സും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. അത് ഇത്തിരി വേവാനൊക്കെ ഉള്ള താമസമുണ്ട്. അതായത് സെക്കൻഡ് പ്രോസസ്സിങ്ങിൽ വരുന്നതാണ് നമ്മുടെ റോൾഡ് ഓട്സ്. ഏറ്റവും ലാസ്റ്റത്തെയാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മിൽമയുടെ മഞ്ഞപ്പാൽ തന്നെയാണ് എടുക്കുന്നത്. ലോ ഫാറ്റ് മിൽക്കൊന്നും തപ്പി പോകാറില്ല. അതിലേക്ക് ഒരു സ്പൂൺ ചിയാ സീഡും അല്പം മിൽമയുടെ പാലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാവിലെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ തന്നെ തിന്നാന്ന് കരുതും. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ ചേർക്കും. ഇത് ഞാനൊരു കഷ്ണം ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പപ്പായ, ഒരു കഷ്ണം റോബസ്റ്റ, ഒരു ഇത്തിരി ഏലക്ക, ഒരു ഡേറ്റ്സ്, അതുപോലെ തന്നെ ഒരല്പം ഹണി, പ്യുവറായിട്ടുള്ള ഹണി മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നട്ട്സിൻ്റെ പൗഡർ, ഞാൻ എൻ്റെ പൗഡർ നാത്തൂൻസിൻ്റെ ഡയറ്റ് മിക്സ് തന്നെയാണ് ചേർക്കുന്നത്. അല്ലാത്തവർ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലത്തെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് സിമ്പിൾ റെസിപ്പി കൂടാണ്. സമയമില്ലാത്തവർക്കും അല്ലാതെ തിരക്ക് പിടിച്ചോടുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടും ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എവിടെയിട്ടാ നിങ്ങളുടെ വണ്ണം കുറഞ്ഞതെന്ന്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.